ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ലേണേഴ്സ് പരീക്ഷയും കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് നടത്തുന്നതിന് മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. മതിയായ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ നിശ്ചിത ശതമാനം പരീക്ഷാർത്ഥികൾക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിയില്ല. ഇങ്ങനെ മടങ്ങുന്നവർക്ക് എപ്പോൾ ടോക്കൺ ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ല. അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ കാലതാമസം മൂലം ആളുകൾ അയൽ സംസ്ഥാനത്തിലെത്തി വേഗത്തിൽ ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ് നാരായണന്റെ റിപ്പോർട്ട് കാണാം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം പരമാവധി 40 പേരെ പരീക്ഷയ്ക്കിരുത്താൻ കഴിയും. കാസർഗോഡ് ഒരു ദിവസം 120 പേർക്ക് ടോക്കൺ ലഭിക്കും. എന്നാൽ ഒരു MVI അവധിയിലായാൽ ആ ദിവസം ഗ്രൗണ്ടിലെത്തുന്ന മുഴുവൻ പേർക്കും പരീക്ഷയ്ക്കിരിക്കാൻ കഴിയില്ല. അടുത്ത ഡേറ്റിൽ വരാൻ പറയുമ്പോൾ ആ ഡേറ്റ് എപ്പോഴാണ് എന്നതിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. രാവിലെ എത്തി വരി നിൽക്കണം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് രേഖകൾ കാണിച്ച് സാക്ഷ്യപ്പെടുത്തണം. ശേഷം വാഹനത്തിൽ 8ഉം H എടുക്കണം. സാധാരണ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണെങ്കിലും ഓൺലൈനിൽ ടോക്കൺ ലഭിച്ച് കൃത്യസമയത്തെത്തിയാലും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവധിയിലാണെങ്കിൽ ഒരു ബാച്ചിന് തന്നെ അന്നത്തെ ദിവസം അവസരം നഷ്ടമാകുന്ന സാഹചര്യം. ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് ടെസ്റ്റിന് എത്തുന്നത്. പലപ്പോഴും ടെസ്റ്റ് തീയതി മാറ്റുന്നത് ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. കർണാടക അതിർത്തി വരുന്നത് അപ്പോൾ അവിടുന്ന് അവർ ചെല്ലണ്ട, മുൻകൂട്ടി ചെല്ലാൻ പറ്റുമോ അവരോട്? അതായത് നിങ്ങൾക്ക് ഇന്ന് ഇതില്ല, ടെസ്റ്റ് സ്ലോട്ട് ഇല്ല, ഇന്നത്തേക്ക് ചേഞ്ച് ആക്കാം, മുൻകൂട്ടി ചെല്ലാൻ മതി. അതും ചെല്ലിയിട്ട് ഇവിടെ വന്നിട്ട് വെയിലും കൊണ്ട് ഇതുവരെ നിന്നിട്ട് അവർ മാറ്റി പോകും. ഞങ്ങളിപ്പോൾ ഇവിടെ പണിയെല്ലാം ക്യാൻസലാക്കിയിട്ട് ഇന്നത്തേക്ക് ലീവ് എടുത്തിട്ട് വരുന്നത്, മഞ്ചേശ്വരത്ത് നിന്നല്ല വരുന്നത്. ഇവിടെ ഒരു ഓഫീസർ ഇല്ല പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കിയാൽ പറ്റും. ഇപ്പോൾ നമ്മൾ ഡേറ്റ് കിട്ടിയിട്ട് വരുന്നത്, ഇപ്പോൾ ഒരു ക്യാൻസലാക്കിയാൽ നമ്മ എന്താക്കുന്നത് ഇനി അപ്പോൾ എന്തായിട്ടെന്ന് അറിയില്ല. നമ്മുടെ എക്സാം എല്ലാം വിട്ടിട്ട് വന്നേ, ഇന്റർണൽ എക്സാം ഉണ്ട് കോളേജിൽ, അതെല്ലാം വിട്ടിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓർ പറയുന്നത് ഞാൻ അടുത്ത ആഴ്ചക്ക് നോക്കാമെന്ന് അങ്ങനെയല്ല പറയുന്നത്. കാസർഗോഡ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഇങ്ങനെ പലപ്പോഴായി ഉദ്യോഗസ്ഥർ അവധിയിലാണെന്ന കാരണത്താൽ വിവിധ ബാച്ചുകളുടെ അവസരം നഷ്ടമായി അടുത്ത ടോക്കൺ ലഭിക്കാൻ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പറയുന്നു. ഇത് ആവർത്തിക്കുന്ന ഈ കുട്ടികൾ വന്നിട്ട് മടങ്ങുന്നു, അതിൽ ഭയങ്കര പ്രയാസമായ ഒരു സംഗതിയാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ട് വെച്ചെങ്കിൽ കാസർഗോഡ് നിന്ന് മാംഗ്ലൂരിലേക്ക് ഇടുന്ന 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കാസർഗോഡ് എടുക്കേണ്ട ലൈസൻസ് എടുക്കേണ്ട ആൾക്കാരെല്ലാം മംഗലാപുരം പോയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നോഡൽ ഓഫീസാണ്, ഇത് കാസർഗോഡ് മെയിൻ ഓഫീസ്. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ വേണ്ടിടത്തെല്ലാം ഉദ്യോഗസ്ഥരെ ഇവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് ഇവർ പരിഗണിച്ചിട്ടൊന്നുമില്ല. ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചാൽ ലേണേഴ്സ് പരീക്ഷയ്ക്ക് 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു. പിന്നെ ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ലഭിക്കുന്നത് 1-2 മാസങ്ങൾക്ക് അപ്പുറത്തുള്ള തീയതിയാണ്. ഇങ്ങനെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെത്തിയ ശേഷം സാങ്കേതിക കാരണങ്ങളാൽ മടങ്ങേണ്ടി വരുന്നവർക്ക് പിന്നെയും ടോക്കൺ ലഭിക്കാൻ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. അതിനിടയിൽ ലേണേഴ്സ് പരീക്ഷ കഴിഞ്ഞ് 6 മാസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ലേണേഴ്സ് എടുക്കേണ്ട അവസ്ഥ. ചുരുക്കത്തിൽ സാമ്പത്തിക നഷ്ടവും ഒപ്പം സമയനഷ്ടവും അനുഭവിക്കേണ്ടി വരുന്നു. കർണാടകയോട് അടുത്ത് കിടക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഇവിടെ ഇങ്ങനെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നീളുമ്പോൾ പലരും ആശ്രയിക്കുന്നത് കർണാടകയെയാണ്. നൂലാമാലകളൊന്നുമില്ലാതെ ലൈസൻസ് എടുത്ത് മടങ്ങാം. അപ്പോഴും നഷ്ടം നമ്മുടെ ഖജനാവിന് മാത്രമാണ്. ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.